നമ്മളിൽ പലരും ഇന്ന് ബൈബിളുകൾ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ആപ്പുകളിൽ സോഷ്യൽ മീഡിയകളിൽ വചനങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. എങ്കിലും കുറച്ചു സമയം കഴിയുമ്പോൾ വായിച്ച കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്, അല്ലേ? ഇതിന് കാരണം വചനത്തിൻ്റെ ശക്തിക്കുറവല്ല, മറിച്ച് നമ്മുടെ മനസ്സിലെ ശ്രദ്ധക്കുറവാണ്. കമ്പ്യൂട്ടറിലോ ഫോണിലോ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ വചനം സ്വന്തം കൈപ്പിടയാൽ എഴുതി പഠിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിനും മനസ്സിനെയും ആഴത്തിൽ സ്വാധീനിക്കുന്നുവെന്ന് ശാസ്ത്രീയ പഠനങ്ങളും ദൈവവചനവും ഒരുപോലെ വ്യക്തമാക്കുന്നുണ്ട്. വചനം കൈകൊണ്ട് എഴുതുന്നതിലൂടെ നമ്മുടെ ചിന്തകളും ജീവിതത്തെ എങ്ങനെ പുതുക്കിയെടുക്കാം എന്ന് വ്യക്തമാക്കുന്ന 4 പ്രധാന കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കൈകൊണ്ട് എഴുതുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവവചനം സ്വന്തം കൈപ്പിടയാൽ എഴുതി വയ്ക്കാൻ ദൈവം പണ്ടേ ആവശ്യപ്പെട്ടിരുന്നു. വചനം വെറുതെ വായിച്ചു പോകുന്നതിനേക്കാൾ അത് കൈകൊണ്ട് എഴുതി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മനസ്സിനെ പുതുക്കാൻ വചനം സ്വന്തം കൈപ്പിടയിൽ എഴുതുന്നതിലൂടെ ലഭിക്കുന്ന 4 പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? അതിൽ ഒന്നാമതായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് സ്ലോസ് അറ്റൻഷൻ. ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായി ചിന്തിക്കാതെ പെട്ടെന്ന് ചെയ്തു തീർക്കും. എന്നാൽ കൈകൊണ്ട് എഴുതുമ്പോൾ ഓരോ അക്ഷരത്തിലും നമ്മുടെ ശ്രദ്ധ എത്തുന്നു. ഉദാഹരണത്തിന് ആവർത്തന പുസ്തകം 17 ഭാവിയിലെ രാജാക്കന്മാരോട് ദൈവനിയമം സ്വന്തമായി എഴുതിയെടുക്കാനും അത് എന്നും വായിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തെയും ചിന്തകളെയും കൂടുതൽ സ്വാധീനിക്കുവാൻ വേണ്ടിയായിരുന്നു. ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മൾ വേഗത്തിൽ കടന്നു പോയേക്കാം. എന്നാൽ അതേ വാക്യം എഴുതുമ്പോൾ, ഒരു ഉദാഹരണം പറയാം. ഫിലിപ്പിയർ 4:16 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നമ്മളിത് എഴുതുമ്പോൾ നമ്മൾ വായിക്കുന്നതിനേക്കാൾ നമ്മുടെ കൈകളിലൂടെ നമ്മുടെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നു, നമ്മുടെ കൈകൾ എഴുതുന്നു. നമ്മളുടെ ഹൃദയങ്ങളിൽ പെട്ടെന്ന് ഈ വചനങ്ങൾ പതിഞ്ഞിരിക്കുവാൻ സഹായിക്കും. രണ്ടാമതായി, ഭയത്തെ ദൈവസത്യം കൊണ്ട് നേരിടാം. പേടിയോ ആശങ്കയോ തോന്നുമ്പോൾ അത് ഒളിച്ചു വയ്ക്കാതെ ആ വികാരത്തെ ദൈവവചനത്തോട് ചേർത്ത് വയ്ക്കുക. മനഃശാസ്ത്രത്തിൽ ഇതിനെ എഫക്റ്റ് ലേബലിംഗ് എന്ന് വിളിക്കുന്നു. നമ്മുടെ വികാരങ്ങളെ അക്ഷരങ്ങളാക്കി മാറ്റുമ്പോൾ ഭയം കുറയുന്നു. എനിക്ക് പേടിയുണ്ട്, പക്ഷേ ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് എഴുതുമ്പോൾ ദൈവവചനത്തിന് നമ്മുടെ ചിന്തകളിൽ മുൻഗണന ലഭിക്കുന്നു. മൂന്നാമതായി, വചനത്തെ പ്രവൃത്തിയിലേക്ക് മാറ്റുക. ടേൺ സ്ക്രിപ്ചർ ഇൻടു എ റെസ്പോൺസ്. യാക്കോബ് 1:12 പറയുന്നത് പോലെ, വചനം കേൾക്കുന്നവർ മാത്രം പോരാ, അത് പ്രവർത്തിക്കുന്നവരുമാകണം. ഒരു വാക്യം എഴുതിയ ശേഷം 3 കാര്യങ്ങൾ ചിന്തിക്കുക. ഈ വചനം ദൈവത്തെക്കുറിച്ച് എന്താണ് വ്യക്തമാക്കുന്നത്? എൻ്റെ ഏത് ചിന്തയ്ക്കാണ് മാറ്റം വരേണ്ടത്? ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി എന്താണ്? ഉദാഹരണത്തിന് സദൃശവാക്യങ്ങൾ 3:5 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. എഴുതുമ്പോൾ എല്ലാത്തിനും ഉത്തരം കിട്ടിയില്ലെങ്കിലും ഞാൻ ദൈവത്തെ വിശ്വസിക്കും എന്ന് മനസ്സിനെ പഠിപ്പിക്കാൻ സാധിക്കും. നാലാമതായി, ആവർത്തനം സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. റിപ്പിറ്റേഷൻ ഹെൽപ്സ് യു റീകോൾ ട്രൂത്ത്. ജീവിതത്തിൽ പെട്ടെന്ന് പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മുടെ മനസ്സ് പഴയ ഭയത്തിലേക്കും ദേഷ്യത്തിലേക്കും വേഗത്തിൽ മടങ്ങും. യെശയ്യാവ് 1:8 പറയുന്നത് പോലെ, രാപ്പകൽ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, അതായത് വചനം വീണ്ടും വീണ്ടും എഴുതി പരിശീലിക്കുമ്പോൾ പ്രതിസന്ധികളിൽ ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ നമ്മുടെ തലച്ചോറ് പൊരുത്തപ്പെടുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വചനം കേവലം വേഗത്തിൽ വായിച്ചു തീർക്കുക എന്നതല്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ആഴത്തിൽ പതിയുന്നു എന്നതാണ് പ്രാധാന്യം. ഫോണിലോ കമ്പ്യൂട്ടറിലോ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കൈപ്പിടയിൽ ഒരു വാക്യം എഴുതുമ്പോൾ അത് നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും ദൈവസത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ദിവസവും അനേകം അധ്യായങ്ങൾ വായിച്ചു തീർക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു വാക്യമെങ്കിലും ഒരു ഡയറിയിൽ സ്വന്തം കൈപ്പിടയിൽ എഴുതി അത് ധ്യാനിക്കാനും
പകർത്തി ജീവിക്കുവാനും നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ദൈവം നമ്മുടെ മനസ്സിനെ ദിവസവും പുതുക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.